ഞാൻ ഇന്ന് ഇവിടെ ഒരു പത്രസമ്മേളനം നടത്താൻ കാണാമെന്ന് പറഞ്ഞാലേ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ടി വിയിലേക്ക് കാണുന്നുണ്ടായിരിക്കും. CBIയുടെ ഒരു റിപ്പോർട്ട് കോടതി കൊടുത്തതിനകത്ത് ഒരു ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് ഒരു കണ്ടെത്തൽ അതിനകത്ത് വന്നിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി ഉള്ള വിവാദങ്ങളാണ് ഇപ്പം മാധ്യമങ്ങളിൽ ടി വിയിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലരുടെ അഭിപ്രായങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ, അതായത് അതിനകത്ത് CBI കണ്ടെത്തലെല്ലാം നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണാം. അതിൻ്റെ പല കേസുകളും അത് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഗൂഢാലോചന എന്ന് പറഞ്ഞ ഒരു സംഗതി അതിൽ വന്നിട്ടുണ്ട്. അപ്പം കുറേ ദിവസം അതിനകത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ളൊരു ഗൂഢാലോചനയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് വിശദീകരണത്താണ് ഞാൻ ഇവിടെ നിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കത് അറിയാമായിരിക്കും. ഇത് സോളാർ കേസ് തുടങ്ങിയപ്പോൾ കാലം മുതൽ ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡിലാണ് ഇപ്പം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് മാറിയിട്ടില്ല. അത് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു ഗൂഢാലോചന എങ്ങനെ വന്നു എന്നുള്ളത് ആധികാരികമായിട്ട് പറയാനുള്ള ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ കത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ കത്ത് പറഞ്ഞാൽ ആക്ച്വലി ഇത് കത്തല്ല. അതെന്ന് പറഞ്ഞാൽ അത് ഒരു പിറ്റീഷനാണ്. കോടതി എന്ന് പറഞ്ഞ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രതി പറയുന്ന കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് CJM കോടതി കൊടുക്കാനായിട്ട് പറഞ്ഞ ഒരു സംഗതി. അതായത് പിറ്റീഷന്റെ ഒരു ഡ്രാഫ്റ്റ് ആയിരുന്നു സരിത എനിക്ക് നൽകിയത്, പത്തനംതിട്ട ജില്ല. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ 21 പേജേ ഉള്ളായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നുവെച്ചാൽ അത് ഞാൻ എടുത്തുകൊണ്ട് അവിടുത്തെ പത്തനംതിട്ട സബ് ജയിലിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വെളിയോട്ട് വന്നപ്പം അത് അവിടെ ഞാൻ രേഖപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ആ പിറ്റീഷനകത്ത് 21 പേജ് ഉണ്ടെന്നും അത് ഞാൻ അത് രേഖപ്പെടുത്തിയിട്ടാണ് വെളിയോട്ട് വന്നത്. വെളിയോട്ട് വന്നതിന്റെ ശേഷം ഈ പരാതിക്കാരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ആ ഡ്രാഫ്റ്റ് ശ്രീ ഗണേഷ് കുമാറിന്റെ PA ആയ പ്രദീപിനെ ഏൽപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം ഒരു ചുമന്ന കാറിൽ അവിടെ വന്നു. ഒരു 10-15 മിനിറ്റ് ശേഷം അവിടെ വന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാറിൽ ഇരുന്നിട്ടാണ് ശ്രീ ബാലകൃഷ്ണപിള്ള സാറിന്റെ ഓഫീസിലേക്ക് പോയത്. അവിടെ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. എന്നെ അവിടെ ഇരുത്തി 2 മണിക്കൂറോടെ ഇരുത്തിയ ശേഷം ഈ ഒരു ലെറ്ററുമായിട്ട് പ്രദീപും ശ്രീ മനോജും അവിടുന്ന് പോയതിന് ശേഷം അവർ 3 മണിക്കൂറിന് ശേഷമാണ് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞ് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്, വക്കീലെ ഞങ്ങൾ ഇതിന് തിരിച്ചുകൊണ്ട് വിടുവാണ്. അതിനുശേഷം ആ ചാപ്റ്റർ അവിടെ അങ്ങ് തീർന്നു. പിന്നെ എന്താ സംഭവിച്ചത്? സരിത ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയ ശേഷം എൻ്റെ വീട്ടിൽ 2 ദിവസം താമസിച്ച ശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം ശ്രീ ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ശരണ്യ മനോജിന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആയിരുന്നു അവർ പെർമനന്റ് ആയിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ഇൻ ദ മീറ്റിംഗ് എന്ത് സംഭവിച്ചു? ഇവിടെ ഈ ലെറ്റർ ഫുള്ളി ശ്രീ പ്രദീപിന്റെ അടുത്താണ് ഞാൻ ഏൽപ്പിച്ചത്. അതിനുശേഷം ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള ഒരു സാധ്യതയായിരുന്നു അതിനകത്ത് അവരെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. വെച്ചാൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയാക്കണമെന്ന്. അപ്പൊ അതിനൊരു പരാജയപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളോട് ഈ ശരണ്യ മനോജും, അതായത് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ശരണ്യ മനോജും ശ്രീ പ്രദീപും എന്നോട് സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു പത്രസമ്മേളനം തിരുവനന്തപുരത്ത് നടത്തണം, അതായത് ഇവിടെ നിന്നായിരുന്നു എനിക്ക് തോന്നുന്നത്, ഇവിടെ നടത്തണമെന്ന് പറഞ്ഞു. അപ്രകാരം ഞങ്ങൾ കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിലിരുന്നപ്പോഴാണ് ഈ ശരണ്യ മനോജ് ഒരു കവറിനകത്ത് ലെറ്റർ എഴുതി എൻ്റെ കയ്യെ കൊണ്ട് തന്നു. ശേഷം എന്നോട് പറഞ്ഞു, ഫെനി അത് വായിച്ചു നോക്കാൻ പറഞ്ഞു. വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള ലൈംഗികമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. ശ്രീ ജോസ് കെ മാണിയുടെ പേരും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചു, ഇത് ഒരു മോശമായ ഒരു പരിപാടിയായല്ലോ, ഇനി ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ്, ഏതായാലും സാറിന് മന്ത്രിയാവാൻ പറ്റിയില്ല, അതൊരു മുഖ്യനെ എങ്ങനെയെങ്കിലും താരി ഇറക്കണം. അപ്പം ഞാൻ ചോദിച്ചു, മുഖ്യൻ എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശം എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറാന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ലെറ്റർ സരിതയുടെ വീട്ടിൽ കൊണ്ടുപോവുക, അത് എന്നിട്ട് ഈ പറഞ്ഞത് തന്നെ അത് അവരുടെ കൈപ്പടയിൽ എഴുതി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ പറഞ്ഞു. ഈ ഡ്രാഫ്റ്റിംഗ്, അതായത് ആ ലെറ്ററിന്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചതാണ് ഈ 2 പേരുടെ പേരും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് വന്നു. അത് ഈ പ്രസ് ക്ലബിൽ തന്നെ ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് എടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ ഏതോ ഒരു ചാനലിൽ അത് സൂം ചെയ്ത് എടുത്തപ്പോൾ അതിനകത്ത് ജോസ് കെ മാണിയുടെ പേര് വന്നു. അതിനെപ്പോലുള്ള വലിയ വിവാദമായി. അത് പിന്നെ അതിനുള്ള എക്സ്പ്ലനേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇപ്പം ഞാൻ ശരണ്യ മനോജിന്റെ ഇന്റർവ്യൂ ഞാൻ പല ചാനലുകളിലും കണ്ടു. അദ്ദേഹം ഇപ്പം പറയുന്നത് അദ്ദേഹം അതിനകത്ത് നിരപരാധിയാണ്. ഇതിന്റെ മെയിൻ സൂത്രധാരൻ, അതായത് ഇതിന്റെ ആദ്യമൊട്ട് എൻഡ് വരെയുള്ള സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ
ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പി ആയ പ്രദീപും ഈ ശരണ്യ മനോജുമാണ്. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. വെച്ചാൽ ഇത് ആർക്കും അറിയത്തില്ല. ഇത് ഞാൻ ആദ്യം പോലെ പറഞ്ഞ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് പണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അതെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ ചൊല്ലി ഇപ്പൊ കൊട്ടാരക്കര കോടതിയിലെ ഈ സരിതയുടെ പേരിലും ശരണ്യ മനോജിന്റെയും ഗണേഷ് കുമാറിന്റെ പേരിൽ അവിടെ ഒരു പരാതി കൊടുത്തതിന് ശേഷം അവിടെ കോടതി കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഫൈൻഡിങ്ങിനകത്ത് ഒരു കഴമ്പുണ്ടെന്ന് കണ്ടെത്തി അതിന് ഉമ്മൻചാണ്ടി സാർ അവിടെ മൊഴി എടുക്കുകയും ചെയ്ത് എന്റെ സ്റ്റേറ്റ്മെന്റും എടുത്തതാണ്. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ഇതിനകത്ത് ഗൂഢാലോചന, ഇതിനകത്ത് ഈ ഒരു ലൈംഗിക ആരോപണത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം. ഇത് ഒരാള് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്തു, അതിനെ പിടിച്ചുകൊണ്ട് ബാക്കി എല്ലാവരും ഇതിനകത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തു. അതാണ് ഇതിനകത്ത് മെയിൻ കാര്യം വന്നിട്ട്. അല്ലാതെ ഇതിനകത്ത് വേറെ സാമ്പത്തിക ഇടപാടിന്റെ നല്ല കാര്യമുണ്ട്. ഈ ഒരു ലൈംഗിക ആരോപണം പിടിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റിനെ താഴെയിട്ടിട്ട് വേറൊരാൾ കയറാനുള്ള ശ്രമം അതിനകത്ത് ഫുള്ള് പേര് നടത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ഇത് കൂടാതെ പല രാഷ്ട്രീയക്കാരും എന്നെ സമീപിച്ചു. അതിന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, പിന്നെ അത് പരാതിക്കാരി അതിനകത്ത് പല ഇന്റർവ്യൂവിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. CP ജയരാജൻ കണ്ടിരുന്നു, എന്നെ വന്ന് കണ്ട്, എന്നെ അദ്ദേഹത്തിന്റെ വണ്ടി എത്തിക്കൊണ്ടുപോയി. അദ്ദേഹം പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇതൊക്കെ തന്നെ ശ്രീ സജി ചെറിയാൻ നേരിട്ട് എന്റെ വീട്ടിൽ വന്നു, ഇത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കുറച്ചുപേരുടെ പേര് പറയണം, കുറച്ചുപേരുടെ പേര് ഒഴിവാക്കണം. അവസാനം ഞാൻ അതിൽ വഴങ്ങാതിരുന്നപ്പോഴും അദ്ദേഹം സ്വന്തമായിട്ടൊരു പത്രസമ്മേളനം നടത്തി. ആ കുറെ പേരുടെ പേര് അവിടെ പ്രഖ്യാപിച്ചു, ഞാൻ പറഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ അതിനൊരു എഗേൻസ്റ്റ് ആയിട്ട് ഒരു പത്രസമ്മേളനം നടത്തി. ഏതായാലും അത് അവിടെ അങ്ങ് തീർന്നു. ഇപ്പത്തെ ഈ ആരോപണം എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ കൺസ്പിറേറ്റർ എന്ന് പറഞ്ഞാല് ഇത് ഗണേഷ് കുമാർ, പ്രദീപ്, ശരണ്യ മനോജ്, ഇത് 3 പേരിലാണ് നിൽക്കുന്നത് ഇതിനകത്ത്. അല്ലാതെ ഇതിനകത്ത് അതിനെ ചൊല്ലി അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ് ബാക്കി എല്ലാവരും ഇത് മുതലെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഉത്തരങ്ങൾ പറയാം. ഞാൻ അത് വായിച്ചു നോക്കി. അത് എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം, ഞാൻ അവിടെ രേഖപ്പെടുത്തിയതിന്റെ ശേഷം, അത് ഞാൻ ജില്ലാ ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ ആ കാറ് ഇരുന്ന് തിരുവനന്തപുരം വരെ എത്തുന്ന സമയത്ത് 2 മണിക്കൂർ എടുക്കുക. ആ കാർ ഇരുന്ന് ഞാൻ അതെല്ലാം വായിച്ചു നോക്കിയിരുന്നു. അതിനകത്ത് വേറെ സംഭവങ്ങളുണ്ട്, അത് ഞാൻ വിട്ടുപോയിരുന്നു. അത് വായിച്ചു നോക്കിയപ്പോൾ അതിന്റെ 2ാം പേജിനകത്ത് ഗണേഷ് കുമാർ പരാതിക്കാരിയെ പീഡിപ്പിച്ചതായിട്ടുണ്ടായിരുന്നു. അത് ഇവരാരും കണ്ടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ PA എന്നോട് ചോദിച്ചു, ഫെനി സാർ അതെല്ലാം വായിച്ചു നോക്കിയോ? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അതിൽ വായിച്ചു നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2ാമത്തെ പേജ് വായിച്ചു നോക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വായിച്ചു നോക്കുന്നത്, അയ്യോ ഇത് ഗണേഷ് കുമാറിന്റെ സാറിന്റെ പേരും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ പേരും അതിനകത്തിന് ഒഴിവാക്കിയിട്ട് അന്നേരം ഇല്ലായിരുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിൽ വെച്ച് ഈ പത്രസമ്മേളനം നടത്താൻ ഇവിടെ വരുന്ന സമയത്താണ് ശരണ്യ മനോജ് അദ്ദേഹത്തിന്റെ വൈറ്റ് ഇനോവ കാറിൽ അവിടെ വരികയും അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്ന ഡ്രാഫ്റ്റ് ഞങ്ങളെ ഏൽപ്പിക്കുകയും അത് സരിത വീട്ടിൽ കൊണ്ടുപോയി അത് അവരുടെ കൈപ്പടയിൽ എഴുതി ഇതേ വേദിയിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തിയത്. അവരെ അറിയിച്ചു ഒന്നും ആരും ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. ഞാനത് ജയിലിൽ ചെന്നപ്പം എന്നോട് സരിത പറഞ്ഞു, ഇതുപോലെ പിന്നെ ശ്രീ ഗണേഷ് കുമാറിന്റെ PA വെളിയിൽ നിപ്പുണ്ട്, ചുമന്ന കാറിൽ നിപ്പുണ്ട്, ഫെനിയെ വന്ന് കാണാം, അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് ഡയറക്റ്റ് പൊക്കോണമെന്ന് പറഞ്ഞു. ഞാൻ വെളിയോട്ട് ഇറങ്ങിയ ശേഷം ഒരു 10 മിനിറ്റ് ശേഷമാണ് ശ്രീ പ്രദീപ് കുമാർ അവിടെ ഈ ചുമന്ന മാരുതി കാർ ഷിഫ്റ്റ് കാറിൽ അവിടെ വരികയും ഗണേഷിന്റെ പേരെന്ന് പറഞ്ഞാൽ ഗണേഷിനെതിരെയുള്ള ആരോപണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കത്തിനകത്ത്. അതെ, നല്ലൊരു ചോദ്യമാണ്. അതായത് 21 പേജ് ഞാൻ അത് എന്റെ തരുവേ ഞാൻ അത് ശ്രീ പ്രദീപ് കുമാറിനെ ഏൽപ്പിച്ച് അത് പ്രദീപ് കുമാറിന്റെ കസ്റ്റഡിയിൽ കൊടുത്ത് അത് ശരണ്യ മനോജ് കൊണ്ടുപോയി ചെയ്ത്. അതിന്റെ ശേഷമാണ് ഈ CJM കോടതിയിൽ നിന്ന് എനിക്ക് ഒരു വിലക്ക് വന്നിരുന്നത്. അതായത് ഞാൻ അതിന് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട, പരാതിക്കാരി സ്വന്തമായി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ള ഒരു ഓർഡർ കോടതിയിൽ നിന്ന് വന്നു. അതിന്റെ ശേഷം ഈ 21 കത്ത് 4 പേജായിട്ട് ചുരുങ്ങിയത് ഈ ഗണേഷ് കുമാറിന്റെയും ശരണ്യ മനോജിന്റെയും ശ്രീ പ്രദീപിന്റെയും നിർദ്ദേശപ്രകാരം മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങളെ പരാതിക്കാരോട് ഞാനിപ്പോൾ ഒരു കോണ്ടാക്ട് ഇല്ല. പരാതിക്കാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അവർ സത്യം പറയണമെങ്കിൽ പറയട്ടെ. അവരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ 4 പേജ് ആയെന്നുള്ളത്. ഈ കത്ത് എന്ന് പറഞ്ഞ കത്തല്ല, അത് പിറ്റീഷനാ. അത് ഞാൻ ഓൾറെഡി ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ പിറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത് 21 പേജ് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ ഞാൻ അത് വാങ്ങിച്ചപ്പോൾ ആ ജില്ലാ ജയിലില് അത് 21 പേജായിട്ട് ഞാൻ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ വിശ്വനാഥ കുറുപ്പായിരുന്നു അവിടുത്തെ അന്നേരത്തെ ജയിൽ സൂപ്രണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടിടുക. ഈ നന്ദകുമാർ രംഗത്ത് വരുന്നതിന് നന്ദകുമാറിനെ ആരാ കൊണ്ടുവന്നത്? ദല്ലാൽ നന്ദകുമാറിനെ കൊണ്ടുവന്നത് ആരാ? ഈ ശരണ്യ മനോജ ഇടപെട്ട് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നന്ദകുമാർ രംഗത്ത് വരുന്നത്. ഈ നന്ദകുമാറിന്റെ കത്ത് മാറുന്ന കൊടുക്കുന്ന സമയത്ത് ഈ പരാതിക്കാരിയുടെ കൂടെ ശരണ്യ മനോജ് ഉണ്ടായിരുന്നു. ശരണ്യ മനോജ് ഇന്റർവ്യൂവിൽ പറയുന്നു, എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നു.
ഇതിനകത്ത് എല്ലാ സംഗതി അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷന്റെ ഒരു ക്ലിപ്പിംഗ് ഇന്നലെ മനോരമ എനിക്ക് കാണാൻ ഇടയുണ്ടായി. അതിനകത്ത് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും എഴുതിയതും തിരുത്തതും എല്ലാം ഗണേഷ് കുമാർ നിർദ്ദേശപ്രകാരമാണെന്ന്. അപ്പൊ അതിനകത്തിരിക്കുന്ന മനോരമ ചാനലിൽ ന്യൂസ് വായിക്കുന്ന അവർ ചോദിച്ചു, ഈ ഇലക്ഷന്റെ സമയത്ത് ഇങ്ങനത്തെ വർത്തമാനങ്ങളാണോ നിങ്ങൾ പറയുന്നത്? അന്നേരം അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ഇലക്ഷൻ അന്നേരം അങ്ങ് പറഞ്ഞു പോയതെന്ന് പറഞ്ഞു. ഇതിനകത്ത് എല്ലാം ഇവർക്ക് മാത്രമേ ഉള്ള റൂള്. അവർക്ക് ഒറ്റ ഒരു ലക്ഷ്യമുള്ളായിരുന്നു, എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടി സാറിന്റെ താഴെ ഇറക്കുക, അല്ലെങ്കിൽ ഈ ഒരു ആരോപണം കൊണ്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് നേടി. അവരുടെ ലക്ഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ അത് നടന്നില്ല. ഇതേ ഉള്ളാണ്. ഇതിപ്പം ഞാൻ ഈ ഒരു പത്രസമ്മേളനം നടത്താൻ വന്നത് ഞാൻ വേറെ ആർക്കും വേണ്ടിയല്ല, ഞാൻ ഒന്നുമല്ല, ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി മാത്രം. വെച്ചാൽ അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. ഇത് ആരോപണം ഇനി ആർക്കും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാവരുത്. വെച്ചാൽ ഇത് എല്ലാവരും ഇപ്പം പറഞ്ഞു കഴിഞ്ഞ ശേഷം എല്ലാവരും ഓരോന്നിറന്ന് വെച്ച് എല്ലാവരും അങ്ങ് മാറുക. ശരണ്യ മനോജ് പറയുന്ന അദ്ദേഹത്തിനൊന്നും അറിയത്തില്ലെന്ന്, ഗണേഷ് കുമാർ പറയുന്ന അയാൾക്ക് ഒന്നും അറിയത്തില്ലെന്ന്. പിന്നെ ഇതാരാ ചെയ്തത്? അവര് 3 പേരുമാണ് ഇതിന്റെ മുന്നിൽ മൊത്തം നിന്നതും ഇവരുമായിട്ടുള്ള ലിങ്ക് നിർത്തത് എല്ലാം അവർ തന്നെ ആയിരുന്നു ഇതിനകത്ത്. വേറെ ആർക്കും ഇതിനകത്ത് കയ്യില്ല. പക്ഷേ ഇത് എക്സ്പ്ലോർട്ട് ചെയ്ത് പോലെ വേറെ രാഷ്ട്രീയ പാർട്ടിക്കാർ. അത് കറക്റ്റാ. ഇതിനെ ചൊല്ലി, ഈ ലൈംഗിക ആരോപണം ചൊല്ലി അവർ എക്സ്പ്ലോർട്ട് ചെയ്ത് അവരുടെ ലക്ഷ്യത്തിൽ അവരെത്തി. അങ്ങനെ കുറെ പേരുണ്ട് ഇതിനകത്ത്. എല്ലാവരും ഈ ഒരു ആർക്കും ഒരു വേറെ സാമ്പത്തിക ഇടപാട് നടന്നുള്ള വിഷയമല്ല വേണ്ടത്, ഈ ലൈംഗിക ആരോപണമാണ് അവർക്ക് വേണ്ടത്. അതിന് ഉമ്മൻചാണ്ടി സാറ് വലിയടായി. CBIയുടെ റിപ്പോർട്ട് വന്നില്ലായിരുന്നെങ്കിൽ പത്രസമ്മേളനത്തിൽ ഞാൻ വരുത്തില്ലായിരുന്നു. പക്ഷെ ഞാനിത് പറഞ്ഞതായിരുന്നു അവിടെ. CBIയോട് ഞാൻ കണക്ഷൻ എന്നോട് CBIയിലെ 2-3 പ്രാവശ്യം എന്നോട് ഒത്തിരി പ്രാവശ്യം എടുത്തിട്ട് ചോദിച്ചു, ഇതിനകത്ത് എന്താ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാം, നിങ്ങൾക്ക് പറയാൻ ഒക്കത്തുള്ളൂ എന്ന് പറയാം. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു ഈ കത്തിനെ കുറിച്ചുള്ള ഗൂഢാലോചന ഞാൻ ഈ കാര്യം CBIയുടെ എല്ലാവരോടും പറഞ്ഞിരുന്നു. അപ്പൊ അവരത് ആ രീതിയിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അതിനകത്ത് വന്നത് അത് വലിയ സംഭവമായി. ഇപ്പൊ ഞാൻ വിചാരിച്ചത് അത് അവർ റെക്കോർഡ് ചെയ്ത് എഴുതിയില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് അവർ വന്നു, അതിനകത്ത് എഴുതി. അത് വലിയ സംഭവമായിപ്പോയി. അല്ലെങ്കിൽ അത് ഒരിക്കലും അത് വരുത്തില്ലായിരുന്നു. ഇത് അവർ എന്നോട് ചോദിച്ചതിന് ശേഷമാണ് എന്നോട് ചോദിച്ചു ഇതിനകത്ത് ആരൊക്കെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഓരോ ഡേറ്റും പറഞ്ഞു കൊടുത്തു, ഓരോ കാറിന്റെ കളർ വരെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം ഒരാളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് ഏതെങ്കിലും എക്സോർവ ഏതെങ്കിലും പാർട്ടികളായിക്കോട്ടെ, അത് BJP ആയിക്കോട്ടെ, അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ്, ഇങ്ങനെ ഒരു ആരോപണം വന്നുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ ഈ പത്രത്തിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം നടന്നത്. എനിക്ക് അതിന് ഒരു മാറ്റം അങ്ങനെ പറയുന്നത് എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോഴൊന്നും ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇപ്പം മനോരമ ചാനലിൽ എല്ലാവരും പറയുന്നു അന്ന് ഫെനി ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഫെനി നടത്തി ഇത് CBI കണ്ട് എത്തിയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഫെനി പറഞ്ഞ. അല്ലെങ്കിൽ ഫെനി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുക, അവൻ മോശക്കാരൻ, അവൻ കള്ളനാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് എനിക്ക് ഒറ്റ മോശ കമന്റ്സ് ഇല്ല എന്റെ ഫോണിനകത്ത്. അത് ഈ 21 പേജ് എന്ന് പറഞ്ഞാൽ പരാതിക്കാരി അത് കൈപ്പടയിൽ എഴുതിയതാണ്. എഴുതിയിട്ട് അത് ഇപ്പൊ പത്തനംതിട്ട സബ് ജയിൽ നിലവിലില്ല. അന്ന് പത്തനംതിട്ട സബ് ജയിലിൽ അവിടെ വെച്ചിട്ട് ഞാൻ കോടതി നിർദ്ദേശപ്രകാരം അവിടെ പോയത്. ഒന്നുമില്ല, കോടതി നിർദ്ദേശപ്രകാരം ഞാൻ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അവിടുത്തെ സൂപ്രണ്ട് എന്നോട് പറഞ്ഞ് ഇവരെ വിളിപ്പിച്ചു, പരാതിക്കാരെ അവിടെ വന്നു. എനിക്ക് ആ കത്ത് എന്ന് പറഞ്ഞാൽ പെറ്റീഷൻ എന്റെ കയ്യിലോട്ട് തന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞു ഇത് എണ്ണി നോക്ക് എത്ര പേജ് ഉണ്ടോ. ഞാൻ പറഞ്ഞു സാർ ഇത് 21 പേജ് ഉണ്ടെന്ന് പറഞ്ഞ്, ഇത് ഫെനി ഏൽപ്പിക്കാനാണ് കോടതി നിർദ്ദേശം, അത് ഞാൻ ഫെനി ഇവിടെ ഒപ്പിടണമെന്ന് പറഞ്ഞു. 21 പേജ് ഞാനത് വാങ്ങിച്ചെന്ന്. പിന്നെ എങ്ങനെ ഈ 21-4 ഒക്കെ അതല്ല, ഇതിൽ കൂടിയാൽ അതും ഗൂഢാലോചനയാണ്, ഇത് കുറഞ്ഞാലും അതും ഗൂഢാലോചനയാണ്. ഇത് ശ്രീ പ്രദീപ് കുമാർ എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഇത് വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു സാറേ വായിച്ചു നോക്കി, ഫെനി സാർ വായിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ A to Z മൊത്തം വായിച്ചു എന്ന് പറഞ്ഞ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളിനകത്ത് എല്ലാ പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2-ാം പേജ് സാർ അത് വായിച്ചു നോക്കാൻ മതി. അദ്ദേഹം അത് 2-ാം പേജ് എഴുതി നോക്കിയപ്പോഴത്തേക്ക് ഗണേഷ് കുമാറും അവരെ എന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ട് അതിനകത്ത് 2-ാം പേജിൽ അല്ല. ഞാൻ ചോദിച്ചു, അവരെന്നോട് ചോദിച്ചു ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമുള്ള കാര്യങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞു മൊത്തം പ്രശ്നമുള്ള കാര്യങ്ങളായിട്ട് എഴുതി വെച്ചിരിക്കുകയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2-ാം പേജിൽ നോക്കുന്നത് നമ്മുടെ സാറിനെ കുറിച്ച് എന്തെങ്കിലും. ഞാൻ പറഞ്ഞു 2-ാം പേജിൽ ചോദ്യം ഇല്ല. അത് ജസ്റ്റ് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഗണേഷ് കുമാർ സാറിന്റെ ആരോപണം 2-ാം പേജിലുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാൻ പറഞ്ഞു. അത് വായിച്ചു നോക്കിയപ്പോഴാണ് പറഞ്ഞു അയ്യോ ഇതെല്ലാം തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്നെ വ്യക്തപ്പെട്ടെന്ന് അങ്ങ് ബാലകൃഷ്ണ പിള്ള സാറിന്. അതെ കോടതിയിൽ നിന്ന് ഞാൻ എക്സ്പ്ലനേഷൻ പറയാം. കോടതിയിൽ നിന്ന് എനിക്കിത് ഡ്രാഫ്റ്റ് ചെയ്ത് എന്റെ കൊടുത്തു തന്നിട്ട് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടായിരുന്നു കോടതി പറഞ്ഞത്. ആ ഓർഡർ നിലനിൽക്കെ ഇടയ്ക്ക് വെച്ച് ഈ കോടതി അത് പരാതിക്കാർ സ്വന്തമായിട്ട് എഴുതി കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിൽ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷം സരിത എന്നെ അറിയിക്കുമായിരുന്നു ഫെനി അടിയന്തരമായിട്ട് എന്നെ കാണാൻ ജില്ലാ ജയിലിട്ട് വരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഫെനി ഏൽപ്പിക്കാണ്ട്, ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ആ പ്രകാരം ഞാൻ സബ് ജയിലിൽ അവിടെ ചെന്നു. സബ് ജയിൽ ചെന്നപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത് ഇത് എടുത്തുകൊണ്ട് പോയി
വെളിയിൽ. അന്നേരം എനിക്കറിയത്തില്ല പ്രദീപ് എന്ന ആളെ വെളിയിൽ കാത്തു നിൽപ്പുണ്ടോന്നൊന്നും അറിയത്തില്ല. എന്നോട് പറഞ്ഞ ഒരു 10-15 മിനിറ്റ്, അത് എങ്ങനെ കണക്ക് കൂട്ടി പറഞ്ഞാൽ എനിക്കറിയത്തില്ല. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കറക്റ്റ് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ പറയുമ്പോൾ അവിടെ കാണുമായിരിക്കും. അന്ന് ഞാൻ വെളിയോട്ട് ഇറങ്ങിയ സമയത്ത് ഒരു 10 മിനിറ്റ് ഒരു ചുമന്ന കാറ് വന്ന് എന്നെ തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോകായിരുന്നു. ഏത് ശരണ്യ മനോജ് അന്നേരം ഇല്ലായിരുന്നു. ശരണ്യ മനോജ് അവിടെ തിരുവനന്തപുരത്ത് ബാലകൃഷ്ണൻ സാറിന്റെ ഓഫീസിലുണ്ടായിരുന്നു. ആരോടെ ഞാൻ നിഷേധിക്കുവാണ്. എന്താണ് കാരണം വെച്ചാൽ ഞാൻ ആ കത്ത് പെറ്റീഷനെ എടുത്ത് വെളിയിലോട്ട് കൊണ്ടുവന്ന ശേഷം ഈ അവരുടെ പരാതിക്കാരിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞാൻ ഈ ഗണേഷ് കുമാറിന്റെ PA പ്രദീപിന്റെ അടുത്ത് കൊടുത്തത്. പ്രദീപിനെ എടുത്തുകൊണ്ട് ഞാനും പ്രദീപ് മാത്രമേ ഉള്ളായിരുന്നു വണ്ടിക്കകത്ത്. ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഉബൈദ് എന്ന് പറഞ്ഞാൽ. അതെല്ലാം ഞാൻ സ്റ്റെപ്പ് ആയിട്ട് ഉബൈദ് എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ പത്രത്തിന്റെ എടുത്തുകൊണ്ട് കത്ത് ഒരാൾക്ക് കൊടുത്ത് അതിനകത്ത് വായിച്ചു നോക്കി ഇന്ന് ഗണേഷിന്റെ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ കൂടാതെ അതിനകത്ത് ആ സമയം കൂട്ടിൽ. അതിനുശേഷം ഞാൻ പത്രസമ്മേളനത്തിൽ പലയിടത്തും പറഞ്ഞിരുന്നു ഈ വിവരം. ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആ സമയം ഞാൻ കൂട്ടുന്നിട്ടില്ല. ഇവർ ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ ഒരു സൈഡിലിരിക്കാൻ ഇവരന്ന് ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ആരോപിച്ച് ഓരോ പേപ്പർ എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എത്ര പ്രാവശ്യം മാധ്യമങ്ങളോട് പറഞ്ഞു എനിക്ക് രാഷ്ട്രമില്ല, ഞാൻ കൂട്ടു നിന്നിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പിന്നീട് പ്രതികരിച്ചല്ലോ. പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിച്ചു. അന്നേരം എന്നോട് ആരും ചോദിച്ചില്ല ഒന്നും. അതിനകത്ത് ഒറ്റ പേപ്പറിനകത്ത് ഒറ്റ പേരേ വന്നുള്ളൂ, ജോസ് കെ മാണിയുടെ പേര് വന്നു. അത് ഞാൻ അതിനകത്തുനിന്ന് സൂം ചെയ്തെടുത്തപ്പോൾ അതിനകത്ത് പറഞ്ഞു ജോസ് കെ മാണിയുടെ പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നേരം പരാതിക്കാരി തന്നെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല അതിനകത്തെന്ന് പറഞ്ഞ് അവർ തർക്കിച്ചു. അതിനെക്കുറിച്ച് ഇപ്പം പറയാത്ത കാരണം വേറെ ഒന്നുമില്ല. CBI അത് ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ചില ഒരു പരമോന്നത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ക്ലോസ് ചെയ്തില്ലേ. ഇപ്പൊ അതൊരു ഇഷ്യൂ ആയിരുന്നെങ്കിൽ, ഇപ്പൊ ഈ ഗൂഢാലോചന ഇഷ്യൂ വന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അത് ഇഷ്യൂ ആയിരുന്നെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഞാൻ അത് ഡിസ്ക്ലോസ് ചെയ്തേനെ. അത് അവിടെ ക്ലോസ് ചെയ്ത് അവർ പറഞ്ഞു കഴിഞ്ഞു ഇവർക്കെതിരെ ഒരു ആരോപണങ്ങളും ഇല്ല, ഒരു കഴമ്പില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ടോ? അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഫൈൻഡിങ്സ് വേണമായിരുന്നു. CBI ഒരു ഫൈൻഡ് ചെയ്യണമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം കഴമ്പുണ്ട്, ഇതിനകത്ത് കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു ആൻസബിൾ ആയിരുന്നു. ഇനിയിപ്പം ഈ ഇത്രേ ഒരു ആരോപണങ്ങൾ ഒരു കുറ്റം ചെയ്യാത്തൊരു മനുഷ്യനെ ചെയ്ത് ഇനി ഞാൻ ഓരോ തെളിവുകൾ വിട്ടിട്ട് എന്തോതിനാ ഇനി പല ജീവിതങ്ങൾ നശിപ്പിക്കുന്നില്ല. ഈ ഉമ്മൻചാണ്ടി സാറിന് പറ്റിയ ഒരു അനുഭവം ഇനി ഞാനുള്ളത് കാര്യം പറയും. എൻ്റെ ഉള്ളത് കാര്യം കറക്റ്റ് എൻ്റെ ഉണ്ട്. ആരെന്ത് ചെയ്യാൻ പറ്റും? എന്നോട് CBI-ക്കാർ ചോദിച്ചായിരുന്നു ഫെനിഡയിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ, കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു. ഫെനിഡയിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് തരത്തില്ല, ഞാൻ കൊടുക്കത്തില്ല, എനിക്ക് സാമ്പത്തികവും വേണ്ട, ഒന്നും വേണ്ട. ഉമ്മൻചാണ്ടി സാർ നേരിട്ട് ഒരു അനുഭവം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇനി ഉണ്ടാകാൻ പാടില്ല. അതിന് CPM ആയാലും BJP ആയാലും ആർക്കെതിരെ ആയാലും ഞാൻ ചെയ്യില്ല. എൻ്റെ തെളിവുണ്ട്, എൻ്റെ സകല കാര്യങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ അത് വേറെ കാര്യങ്ങൾ ഞാൻ ഇപ്പം വെളിപ്പെടുത്താം. പരാതിക്കാർ വെളിയിറങ്ങിയപ്പോഴത്തേക്ക് ഇതിന്റെ മെയിനായിട്ടുള്ള തെളിവുകളും ബാഗുകളും കാര്യങ്ങളെല്ലാം അവരുടെ ഉണ്ടായിരുന്നു. അവർ ഇത് ശരണ്യ മനോജിന് കൊടുത്തില്ല, എൻ്റെ കയ്യിലാണ് കൊണ്ടു തന്നത്. ബിജു രാധാകൃഷ്ണൻ CDക്ക് പോയ ഓർമ്മയുണ്ടോ? CDക്കും ഡോക്യുമെന്റ്സ് പോയ ഓർമ്മയുണ്ടോ? അതൊന്നും അതിനകത്ത് ഇല്ല, അതല്ല എൻ്റെ ഇല്ല. എനിക്ക് ഗണേഷ് കുമാർ പിന്നെ ഇത് സഹായിച്ച് മൊത്തം തരാമെങ്കിൽ എനിക്ക് കാറും പബ്ലിക് പ്രോസിക്യൂട്ടറും ആക്കാനൊക്കെ ഇതിന്റെ വാഗ്ദാനങ്ങൾ ഗണേഷ് കുമാർ പറയുന്നു. ഒന്നും തന്നിട്ടുമില്ല, ഇനി അതൊരു കൈ പറ്റിട്ടുമില്ല. എന്റെ ഫീസിന് വേണ്ടി ഞാൻ കോടതിയിൽ പോയി അറ്റൻഡ് ചെയ്യുന്ന പൈസ എനിക്ക് തന്നിട്ടുണ്ട്. PA തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് PA തന്നിട്ടുണ്ട്. അല്ല, ഇവർക്ക് വേണ്ടി അവർ റെപ്രസെന്റ് ചെയ്ത് എനിക്ക് തരുമായിരുന്നു. പരാതിക്കാരിക്ക് വേണ്ടി എന്റെ കൊണ്ട് ഫീസ് തരുമായിരുന്നു. ഞാനതൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് അന്നേരം എൻ്റെ പോകുന്നതിന്റെ എക്സ്പെൻസിന് വേണമെന്ന് ഞാനത് കൈപ്പറ്റി. മാന്യമായിട്ടുള്ള ഫീസ് അവർ തന്നിരുന്നു എനിക്ക്. അത് ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ പ്രദീപ കൊണ്ട് തന്നെ ഞാൻ സമ്മതിച്ചല്ലോ ആ കാര്യം. അതിന് അടക്കാനുള്ള കാശുകളും എല്ലാം പ്രദീപ കൊണ്ട് തന്നോണ്ടിരുന്നേ. അതിന് ഞാനത് നിഷേധിക്കുന്നേ ഇല്ല. പിന്നെ ഇതിനെ ഞാൻ പറഞ്ഞില്ല കുറച്ചു മുമ്പ്, ഇപ്പോൾ 1 മിനിറ്റ് മുമ്പ് പറഞ്ഞില്ലായിരുന്നോ, ഇതിന്റെ എല്ലാ പേപ്പറും ഫോട്ടോസും അടങ്ങിയ ബാഗ് എൻ്റെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ എൻ്റെ തന്നത്. അതിനുശേഷം ഞാൻ ഇത് മനസ്സിലാക്കി, ഞാനും പിന്നെ പരാതിക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളായി. ഞാനിത് മനസ്സിലാക്കി ഈ ബാഗിനകത്ത് ഇത് ഞാൻ വെളിവിട്ട് കഴിഞ്ഞ് ഇത് ദുരുപയോഗപ്പെടുത്തുമെന്ന് മനസ്സിലാക്കി പല തവണ അവരെന്നെ സമീപിച്ച് ഞാൻ ഈ ബാഗ് കൊടുക്കത്തില്ല. ഞാൻ ഒരൊറ്റ മനുഷ്യനെ അത് കൊടുത്തിട്ടില്ല, ഞാൻ അത് ദുരുപയോഗപ്പെടുത്തിട്ടുമില്ല. അത് CBI-ക്കാരെ ഇപ്പൊ ഞാൻ CBI-ക്കാരോട് പല പ്രാവശ്യം ചോദിച്ചായിരുന്നു കുറെ കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ, നിങ്ങൾ കൊണ്ടുത്താ അല്ലെങ്കിൽ ഞങ്ങൾ സെർച്ച് വാറണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തു, എൻ്റെ ഇത് കിട്ടുവാണെങ്കിൽ സാർ എടുത്തോണ്ട് പോകും. അത് കാരണം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങൾ പല ആരോപണങ്ങളും കേരളത്തിൽ അത് ഉണ്ടാക്കി പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഞാൻ അതിന് ഒരു ഭാഗമാക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ മനുഷ്യനും അത് കൊടുക്കത്തില്ല. ഇനി എന്ത് അന്വേഷണം വന്നാലും ഞാൻ എവിടെ പോയി ജയിലിൽ കിടന്നാലും ഞാൻ ഇനി ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയ പോലെ ഒരൊറ്റ നേതാവിന് കേരളത്തിൽ ഞാൻ ഇനി ഇത് ഉണ്ടാകാൻ സമ്മതിക്കത്തില്ല. ആരെ സംരക്ഷിക്കാനല്ല, ഒരാൾക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇതിൽ മിക്സ്ഡ് ആയിട്ട് ഒരു പാർട്ടിക്കാരുടെ ആൾക്കാർ അല്ല, വേറെ മിക്സ്ഡ് ആയിട്ടുള്ള. എനിക്ക് ഇനിയും ഞാനിവിടെ കുറച്ച് മുമ്പ് 1 മിനിറ്റ് മുമ്പ് പറഞ്ഞു, അതിപ്പം CPM ആയിക്കോട്ടെ, അത് ഇനിയും BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ,
ഞാൻ ഇനിയും ഒരാളെ ഈ ഒരു ലൈംഗിക ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണത്തിന് മേലിൽ ഞാനൊരു ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു മുതലെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ ചാപ്റ്റർ ഞാൻ അവിടെ ക്ലോസ് ചെയ്യും. അത് ഞാൻ കൊടുക്കത്തില്ലെന്നാ പറഞ്ഞേ, അത് കൊടുക്കത്തില്ലെന്നാ പറഞ്ഞേ. അത് ഒരിക്കലും ഒരു മുൻമലയും വേണ്ട. നിങ്ങൾ ഈ പുറത്ത് വരാനെങ്കിൽ എന്നെ പുറത്ത് വിട്ടേനെ. എന്റെ പുറത്ത് വിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞത് എന്റെ ഇന്ന് പറഞ്ഞ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മാറ്റം വരുത്തി ഏതെങ്കിലും ചാനൽ? പലവരും പല രീതിയിൽ പല വാക്കുകളാണ് പറയുന്നത്. ഞാൻ എപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത്. ശരണ്യ മനോജ് ഇത്രയും കാലം പറഞ്ഞ കാര്യം അദ്ദേഹം ഇപ്പം TV ചാനലിൽ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലേ, ഇതൊന്നും ഞാൻ ചെയ്തല്ല, പിന്നെ ആരാ ചെയ്തത്? അന്നൊക്കെ ഞാൻ പറയാറില്ലപ്പോ അന്ന് ആരും ഇത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ ഒന്നും പറയുന്നില്ല, അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങളെ ഒരു ഇത്രയും പേര് ഇവിടെ ഇരിപ്പില്ലേ? നിങ്ങളെ ഞാൻ പരാതിക്കാരായിട്ട് ലിങ്ക് ഒന്നുമില്ല. എനിക്ക് പരാതിക്കാരോടൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ പരാതിക്കാരെ വിളിച്ചിട്ടൊന്ന് ചോദിച്ചു നോക്ക്. അവർക്ക് എന്തെങ്കിലും മാന്യത നിങ്ങൾക്ക് പറ. ഈ തെളിവുകൾ ഫെനിഡയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുക. നല്ല ചോദ്യം. ഈ ചതിച്ചെന്നുള്ളത് എപ്പോഴാ വന്നത് ചതിച്ചെന്നുള്ളത്? ഈ കാര്യങ്ങൾ ഞാൻ കൂട്ടു നിൽക്കാതെ വന്നപ്പോഴാണ്, ഗണേഷ് കുമാറിന്റെയും ശരണ്യ മനോജൻ ടൂണിൽ ഞാൻ നിൽക്കാതെ വന്നപ്പോഴാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ഞാൻ അവരുടെ കൂടെ നിന്നായിരുന്നെങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം പത്രസമ്മേളനം എന്നോട് പറഞ്ഞ് പത്രസമ്മേളനം നടത്താൻ പറഞ്ഞു. ഫെനി ശരണ്യ മനോജ് എന്ന് പറഞ്ഞ് ഫെനി പത്രസമ്മേളനം നടത്തി ശരീരത കൂടി. ഞാൻ പറഞ്ഞു എന്തിനു ഞാൻ നടത്തണം? ഒരു കുറ്റം ചെയ്യാത്ത ഒരു മനുഷ്യന് വേണ്ടി എന്തിനു ഞാൻ ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തണം? അപ്പൊ ഫെനി ഞങ്ങൾ എഗൻസ്റ്റാന്ന് പറഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങളായി. അവസാനം എന്തുവായി? ഞാൻ പറഞ്ഞു ഇനി ഞാൻ പത്രസമ്മേളനത്തിനും എടുത്തില്ല, കേസിനും എടുത്തില്ല. അതിനുശേഷം നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് അവരുടെ കൂടെ എന്നെ കണ്ടിട്ടുണ്ടോ? അവരുടെ ഡ്രൈവർ പോവല്ലാതെ അവരുടെ കൂടെ പോയി അവരുടെ കൂടെ വേറെ ആരെങ്കിലും നിൽക്കുന്നല്ലാതെ ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിന് എന്തെങ്കിലും കാര്യം ഒരാളുടെയെങ്കിലും കാര്യം പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കാര്യം കണ്ടിട്ടില്ല നിങ്ങൾ. അല്ലെങ്കിൽ പറ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ. വെച്ചാൽ എന്റെ കക്ഷിയായിട്ട് ഇരുന്ന സമയത്തും തന്നെ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിരുന്ന ഇവർ മൂന്നുപേരും ഇല്ലേ? അവരുടെ വീട്ടിലെ താമസിച്ചുകൊണ്ടിരുന്നത്, അവരുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത് അവരാണ്. ഇതിന്റെ എല്ലാം അവരുടെ നിർദ്ദേശപ്രകാരം ഓരോന്നോരോന്നോരോന്നോരോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. എന്നോട് പറയുമോ? എന്നോടൊന്നും പറയത്തില്ല. ഞാൻ ഒരു ഒറ്റ മനുഷ്യനോട് CBI-കാരോട് ഞാൻ പറഞ്ഞാലും ഞാൻ തെളിവ് തരത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അവരെങ്ങനെ എന്നോട് ഒത്തിരി പ്രാവശ്യം അവർ ചോദിച്ചതായിരുന്നു, സാർ ഇത് കൊണ്ട് പിന്നെ ഇത് തരണമെന്ന് എന്നോട് പലവണ്ണം ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു സാറേ ഒരു ലെറ്ററിന്റെ കാര്യം ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു അത് ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. സെർച്ച് വാറണ്ട് ഞാൻ പറഞ്ഞു സെർച്ച് വാറണ്ട് ചെയ്തു. പക്ഷെ അവർ സെർച്ച് വാറണ്ട് ഒന്നും എനിക്ക് ഇഷ്യൂ ചെയ്തില്ല. ഞാനത് കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു മൊഴി മാത്രം ഞാൻ തരാം, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതെല്ലാം ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ മൊഴി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ അതിനകത്ത് ഇരിക്കുന്നത്. ഒരു വ്യത്യാസവും 2013 ഇല്ലായിരുന്നു. ഇന്ന് 2023 ഫെനി ബാലകൃഷ്ണൻ സ്റ്റേറ്റ്മെന്റിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. നന്ദകുമാറിന് ഈ ദല്ലാൽ നന്ദകുമാറിനെ എനിക്ക് നേരത്തെ പോലെ അറിയാം. എന്നെ പലതവണ പല കേസുകെട്ടിലും ആദ്യമത്തെ കാലസമയത്ത് എന്നെ പല വർഷം ഇദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഒരു ഇത് TV-ക്കകത്ത് കൊടുക്കാനെന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഞാൻ ഇത് അവോയ്ഡ് ചെയ്തതാ. ഈ ദല്ലാൽ നന്ദകുമാർ ഇപ്പൊ രംഗത്ത് വന്നത് നിങ്ങൾ ഇന്നലെ മനോരമ ചാനലിനകത്ത് ന്യൂസ് കിട്ടണം. അതിനകത്ത് ശരണ്യ മനോജ് പറഞ്ഞായിരുന്നല്ലോ ക്ലിയർ ആയിട്ട്. ഈ ദല്ലാൽ നന്ദകുമാറിന് കത്ത് മാറുന്ന സമയത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അന്നേരമാണ് ഷാനി പ്രഭാകർ പറഞ്ഞ ന്യൂസ് വായിക്കുന്ന മാഡം ചോദിച്ചിരിക്കുന്നു, അപ്പൊ പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അറിവോടുകൂടി എല്ലാം ആരെ കൊടുത്തെന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, എല്ലാം ഇവരാണ് എന്റെ കോൺസ്പിറേറ്റേഴ്സ്. അതിന് എനിക്കറിവില്ല. പക്ഷെ ഈ നന്ദകുമാറിനെ രംഗത്ത് കൊണ്ടുവന്നത് ശരണ്യ മനോജും പ്രദീപ് എന്നുള്ള കാര്യം എനിക്കറിയാം. സാമ്പത്തിക ഇടപാട് നടന്നത് ഒരു കാലത്ത് എന്നോട് ഈ പരാതിക്കാരി ഒരു കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വന്ന സമയത്ത് ഞാൻ ഈ വിവരം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഫെനി ഇതെല്ലാം ഇവരെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അത് ഫെനി മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു ഇനി മനസ്സിലാക്കാൻ ഒന്നുമില്ല, നിങ്ങളെ വേറെ ഏതെങ്കിലും അഡ്വക്കേറ്റ് വെച്ചു എന്ന് വെച്ചിട്ട് പോകണം. അന്നൊരു വാക്ക് എന്നോട് പറഞ്ഞായിരുന്നു ഇവരാണ് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. അപ്പം അവരുടെ നിർദ്ദേശപ്രകാരം അവർ നാളെ വേറെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെല്ലാം ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. നന്ദകുമാർ പൈസ കൊടുത്തെന്നല്ല പറഞ്ഞത്. അവര് പറഞ്ഞ് ഈ ശരണ്യ മനോജും ഈ പ്രദീപും ഈ ഗണേഷ് കുമാരും അവരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവരാണ് ഇതിന്റെ എല്ലാം കച്ചവടങ്ങളും നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ എന്റെ ഒരു വക്കീലിന്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾ വേറെ വക്കീലിനെ വെക്കുമോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് നിങ്ങൾ നാളെ അവർ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഉത്തരവൊന്നും പറഞ്ഞില്ല. ഞാൻ വക്കാലത്ത് ഒഴിഞ്ഞു കൊടുത്തങ്ങ് പോകുമായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇത് അറിയാവുന്ന മൂന്ന് വ്യക്തികൾ ഈ ഭൂമിയിലേ ഉള്ളൂ. ഒന്ന് മിസ്റ്റർ ശരണ്യ മനോജ്, ഒന്ന് ഗണേഷ് കുമാർ, ഒന്ന് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപിന് പറഞ്ഞാൽ നിങ്ങൾ പ്രദീപിനെ അറിയത്തില്ല. പക്ഷെ ഈ മിഷനകത്ത് അദ്ദേഹത്തിന്റെ പേര് പൈലിന്നായിട്ടത്. അത് ഗണേഷ് കുമാർ പറഞ്ഞ് ഈ പ്രദീപ് എന്നുള്ള പേര് ഇടാൻ പാടില്ല ഫെനി, ഇത് പലവരും ഇത് പ്രദീപ് എന്ന് പറഞ്ഞ ആൾക്കാർ, അതുകൊണ്ട് അദ്ദേഹത്തെ പൈലിന്ന് വിളിച്ചാൽ മതി, ഈ പേരിലാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തോട് നിങ്ങൾ ഈ 3 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സർവ്വ കാര്യങ്ങളും വെളിയിൽ ഇറങ്ങും. അയ്യോ ഒന്നുമില്ല, ഈ ഉമ്മൻചാണ്ടി സാറിന്റെ പേര് വയ്ക്കാനുള്ള ഇൻട്രസ്റ്റിൽ അവിടെ എങ്ങനെ വരാനാ? കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിൽ നടന്ന് ഇദ്ദേഹം കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് റോൾ അനുവദിക്കുന്നത്? ഇദ്ദേഹം അതിനകത്ത് മെയിൻ മാനിപ്പുലേറ്റർ. എനിക്ക് രാഷ്ട്രീയമില്ല. LDF എന്നോ UDF എന്നോ BJP എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയം എനിക്കില്ല. എനിക്ക് ഇതിനകത്ത്
ഈ ഒരു ആരോപണം, ഞാൻ ഈ സോളാർ കേസ് ക്ലോസ് എൻ്റെ ഇതിൽ കണക്കിൽ ഞാൻ ഇത് പിന്നീട് എൻ്റെ ഒന്നിനും പോയിട്ടില്ല. ഇതൊരു ആരോപണം വന്നപ്പം ഈ ഒരു ഉമ്മൻചാണ്ടി സാറ് ഇങ്ങനെ ഒരു ആരോപണം നേരിട്ട് അതിനകത്തൊരു ഗൂഢാലോചന വന്നപ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും സത്യം പറയാം. അന്ന് ഞാൻ പറഞ്ഞ കാര്യം തന്നെ, എനിക്ക് എൻ്റെ വാട്സപ്പ് ഞാൻ അത് നോക്കിയപ്പോഴൊക്കെ അതിനകത്ത് പലരും കമന്റ്സ് ഇട്ടിട്ടുണ്ട്, ഫെനി അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് സത്യമായിട്ട് വന്നെന്ന് പറഞ്ഞ്. ഞാൻ ഇപ്പോഴും അത് നിൽക്കുന്നത്. ഇനി ഞാൻ ഇന്ന് പത്രസമ്മേളനം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി, വേറെ ഒന്നുമല്ല. അദ്ദേഹത്തോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് എന്നോട് ഒരു പരാതി അദ്ദേഹത്തിന്, അദ്ദേഹം എന്നെ കഴിഞ്ഞ ഒരു 6 മാസം മരിക്കുന്നതിന്റെ ഒരു 6-7 മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു, എനിക്ക് ഫെനി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അങ്ങോട്ട് പറഞ്ഞോ, ഫെനി ഇഷ്ടം പോലെ. ഞാൻ ഇവിടുന്ന് വണ്ടി പിടിച്ച് അദ്ദേഹത്തിന്റെ വസതി ചെന്നപ്പം അദ്ദേഹം അവിടെ നിന്നിട്ട് എല്ലാവരും പറഞ്ഞു വെള്ളിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. എല്ലാവരും വെള്ളിലോട്ട് ഇറങ്ങി. ഞാൻ അദ്ദേഹം എന്നോട് ഒറ്റ ചോദ്യം, ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. എന്തിനാണ് ഫെനി ആ സ്ത്രീ എന്റെ പേര് എഴുതിയത് ഇങ്ങനെ കൈവച്ചോണ്ട് ചോദിച്ചു. ആ സ്ത്രീ എന്തിനാ ഫെനിക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം കുറച്ചു നേരം നോക്കിക്കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സാറിനോട് കുറെ അറിയാതെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇതിലെ സർവ്വ കാര്യങ്ങളും ഞാൻ സാറിനോട് പറഞ്ഞു. അദ്ദേഹം 1 മിനിറ്റ് വരെ അനങ്ങാതെ നിന്നപ്പോൾ ഞാൻ വെറുതെ കയ്യല്ലേ കൊട്ടി ചോദിക്കും. ഞാൻ സാറേ എന്തോ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ, ഫെനി ഇതാരോട് എന്നെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇത് ഇവിടെ തന്നെ ക്ലോസ് ചെയ്യും, എനിക്ക് ഇതിനകത്ത് ഇനി ഒന്നും ഒരാളോട് ഒരു പരാതിയില്ല. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സാറിനോട് എന്തെങ്കിലും തന്നെ, ഫെനി ഒന്നും ചെയ്തില്ല, ഫെനി എന്നോടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല, ആ സ്ത്രീ എന്തിനാ എൻ്റെ പേര് പറഞ്ഞെന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുമായിരുന്നു. ഇത് എനിക്ക് അതിൽ കൂടെ മനസ്സിലായത്, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കൂടെ മനസ്സിലായത് അദ്ദേഹം നിരപരാധിയാണ്. അന്ന് ഞാൻ തീരുമാനം എടുത്തതാണ് ഈ സത്യാവസ്ഥ. അദ്ദേഹത്തിന് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ ഏതെങ്കിലും ഈ പേര്, അദ്ദേഹത്തിന്റെ ആ പേര് മോശമായത് അത് നിലനിർത്തണം. അദ്ദേഹം ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ പത്രസമ്മേളനം നടത്തിയ സത്യം വെളി വരണം. ആരേതാ ചെയ്തെന്ന് വെച്ചാൽ ഇത് ഞാൻ അന്ന് പറഞ്ഞത് തന്നെ, ഇന്ന് എല്ലാ CBI വരെ അത് തന്നെ സെയിം തിങ്ങാ പറഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചന ഉണ്ടെന്ന കാര്യം ഈ ആരെ ഇൻവോൾവ്. ഞാൻ അന്നും പറഞ്ഞാണ്, ശരണ്യ മനോജും ഗണേഷ് കുമാറും പ്രദീപ് ഇതിന്റെ ആളെന്ന് പറഞ്ഞപ്പോൾ ആരും ചിലവരിത് വിശ്വസിച്ചു, ചിലവരത് ഫെനി ചുമ്മാന്ന് പറയുവാന്ന് വരുത്തി. ഫെനി ചുമ്മാന്ന് പറഞ്ഞതല്ല, ഇതാണ് കറക്റ്റ് കാര്യം. ശരി, നല്ല കാര്യം. ഇപ്പൊ അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ട് ആരെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ അത് ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യോ? പത്രസമ്മേളനത്തിലല്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. ആരെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ആ ഫസ്റ്റ് പേജ് മാത്രം കാണിക്കാം. പേരില്ലാതെ മാത്രം ഇറങ്ങാൻ മതിയല്ലോ, പുറത്ത് ഞാൻ വിടാം. നിങ്ങൾക്ക് ആ പേര് മുഖ്യമന്ത്രി, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയല്ലോ വേണ്ട. ഉമ്മൻചാണ്ടി സാറെ പേരേ എങ്ങുമില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഭയപ്പാടും ഇല്ല, സംശയങ്ങളൊന്നും ഇല്ല കാര്യത്തില്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ആണെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് പേജ്, ഉമ്മൻചാണ്ടി സാറിന്റെ പേരില്ലാത്ത പേജ് തന്നെ വിടാം. അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് മിണ്ടായിരുന്നു. നിങ്ങൾ പറയട്ടെന്ന് വിചാരിച്ചു. ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ CBI അല്ലാതെ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷന്റെ മൊഴി എടുത്തത് പിന്നെ ഒരു 2 പേരെ മൊഴി എടുത്തോ. ഒന്ന് ജസ്റ്റിസ് ശിവരാജൻ, അദ്ദേഹമാണെങ്കിൽ ഞാൻ ഇനി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വെച്ചാൽ അതുപോലെ അദ്ദേഹത്തിനോട് എത്ര പ്രാവശ്യം ഈ മസാല കഥകൾ പറയാനായിട്ട് എന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ കോടതിയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ സമൻസ് കിട്ടിയപ്പോഴൊക്കെ എന്നോട് പറയും, ഫെനി ഇന്ന് വരുത്തില്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കോടതിയിലെന്ന് പറയും, നിങ്ങൾക്ക് നടപടി എടുക്കും, ഫെനി ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്നോട് പറയണം, ഇവിടെ ഒന്ന് പറയണം പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം നിർദ്ദേശിച്ചു. സെക്രട്ടറി ദിവാകരൻ എത്ര പ്രാവശ്യം നിർദ്ദേശിച്ചു. അതൊന്നും ആർക്കും ചോദിക്കാനൊന്നുമില്ല. ഈ നിങ്ങളിപ്പം പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു എന്ന് പറഞ്ഞ്, വേറെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ്, അതിനകത്ത് ആരെ ഫെനി ബാലകൃഷ്ണന്റെ മൊഴി എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ? അതൊന്ന് കാണിക്കാമോ? ഒരു മൊഴി എടുത്തിട്ടില്ല. എനിക്ക് ആകെ മൊഴി എടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ മൊഴിയെടുത്തു, CBIക്കാർ മൊഴിയെടുത്തു. ആരെങ്കിലും ഇടയ്ക്ക് ഒന്ന് ആരൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോലും ഇതൊക്കെ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത്. ആരും ചോദിച്ചില്ല. വെച്ചാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പലരും വെള്ളോട് വരും എന്ന് പറഞ്ഞാൽ ആരും മലപ്പുറം എന്നോട് ചോദിക്കായിരുന്നില്ല. എനിക്ക് സമൻസ് തന്നിട്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, അതൊന്നും നിങ്ങളിപ്പോ എഴുതത്തില്ല. ഇപ്പൊ അതെല്ലാം ചോദിക്കുന്നു. അന്നൊക്കെ എന്നെ പറഞ്ഞിട്ടുള്ളതാ. സിറ്റിങ്ങിനുള്ളതാണ് വിളിച്ചത്. ഞാനവിടെ എനിക്ക് സമൻസ് വന്നപ്പോഴൊക്കെ ഞാൻ അവിടുന്ന് റിപ്ലൈ ഫോണിൽ കൂടെ വിളിച്ച് ഞാൻ പറയുമായിരുന്നു, സാറേ എനിക്ക് കോടതിയിൽ വരാൻ അസൗകര്യമുണ്ട്, എനിക്ക് ഇന്ന് എന്റെ ഡേറ്റ് ഒന്ന് മാറ്റി തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് എന്നോട് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഒരു സാവകാശം നിങ്ങൾക്ക് തരാൻ പറ്റില്ല, യു ആർ ദ മെയിൻ വിറ്റ്നസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ പറയുന്ന ആരോപണങ്ങളൊക്കെ ഇവർ പറഞ്ഞ ആരോപണങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാനിവിടെ പല കാര്യങ്ങളും വേറെ പറയാൻ നിൽക്കുമ്പോഴൊക്കെ അദ്ദേഹം എന്നെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, അത് പറയണ്ട, മറ്റേത് പറഞ്ഞാൽ മതി. കേൾക്കാൻ സുഖമൊന്നുമല്ല, ഇതുള്ള കാര്യമായിട്ട് കേൾക്കാൻ സുഖമൊന്നുമല്ല. ജസ്റ്റിസ് ശിവരാജൻ അല്ലെങ്കിൽ എന്നോട് നിഷേധിച്ചത് പറയട്ടെ, ഫെനി പറഞ്ഞ കാര്യം അല്ലെങ്കിൽ എനിക്ക് എന്റെ റെക്കോർഡ് ഞാൻ ഹാജരാക്കാം അദ്ദേഹത്തോട് സംസാരിച്ച്. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സാവകാശം തരുമ്പോൾ എന്നോട് പറയാം, ഫെനി അത് അദ്ദേഹത്തെ എക്സ്പ്ലോർട്ട് ചെയ്ത വേറെ രാഷ്ട്രീയ പാർട്ടിക്കാർ കാണുമായിരിക്കും. അങ്ങനെ ആയിരിക്കും ഈ കഥകളെല്ലാം അങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ല ഒരിക്കലും. അല്ലെങ്കിൽ ഒരു ശിവരാജൻ ഒരു കമ്മീഷൻ ഇങ്ങനെ ഒരു കാര്യങ്ങൾ എഴുതത്തില്ല, ചുമ്മാ കഥകൾ മാത്രം എഴുതി വെക്കത്തില്ല. അതിന് പിന്നിൽ വേറെ ആരെങ്കിലും അതിനകത്ത് ഇൻഫ്ലുവൻസ് വരുത്തി കാണും. ആ പ്രകാരം എഴുതി നല്ലൊരു കഥയാക്കി അദ്ദേഹം സമർപ്പിച്ചു. കത്ത് പുറത്തു വിട്ടതല്ല അവര് ഇത് എടുത്തോണ്ട് വന്നിട്ട് ദേണ്ടേ
എല്ലാരും പറയുന്ന കത്ത് എൻ്റെ ഇല്ല, എനിക്ക് എൻ്റെ കത്തിരിപ്പില്ല ദേ എൻ്റെ കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ കാണിക്കുകയും, എനിക്ക് തോന്നുന്നു കൈരളി ചാനലിലെ, എനിക്ക് ഓർമ്മ ശരിയില്ലെങ്കിൽ ഷീജ എന്ന് പറഞ്ഞ ഏതോ ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് തോന്നുന്നു, അവര് ഷീജ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരെന്ത് ചെയ്ത് അത് സൂം ചെയ്ത് എടുത്തപ്പോൾ അതിനകത്ത് ജോസ് കെ മാണിയുടെ പേര് മാത്രം ലാസ്റ്റിൽ കണ്ടു. അവര് പ്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടൊന്നും അല്ലല്ലോ, ഉമ്മൻചാണ്ടി സാറിനെ നേരിട്ട് കണ്ടതുകൊണ്ടൊന്നും അല്ല. എനിക്കിത് സത്യാവസ്ഥ നല്ലോട്ട് അറിയാതെ കൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഗൂഢാചരണത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഗൂഢാചരണ പങ്കുണ്ടെങ്കിൽ ഞാനത് എക്സ്പ്ലോർട്ട് ചെയ്തേനെ. ജോസ് കെ മാണിയുടെ പേര് എഴുതി വെച്ച് അവരിവിടെ കൊണ്ട് അത് കാണിക്കാനോ അല്ലെങ്കിൽ പേര് പറയാനോ അല്ല വന്നത്. ആ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാല് പലരും പറഞ്ഞു ഇത് ഈ കത്ത് അവരുടെ ഇല്ല, കത്ത് അവരില്ല. അപ്പൊ അത് എൻ്റെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ആ കവറിനകത്ത് ഇങ്ങനെ കാണിച്ചപ്പോഴാണ് അത് സൂം ചെയ്തെടുത്തത്. അത് നമുക്ക് 1 by 1 ആയിട്ട് വരാം. അത് നമുക്ക് ആദ്യം സജിച്ചെറിയാന്റെ ഇതിലേക്ക് പോവാം. അദ്ദേഹത്തെ ഞാൻ മാവേലിക്കര കോടതി വെച്ചാണ് കണ്ടത്. കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കോടതി വെളിയിറങ്ങിയപ്പോൾ അദ്ദേഹം വേറൊരു കേസ് അറ്റൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പം എന്നെ വിളിച്ചു, സുഖമാണോ എടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുഖമാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എനിക്ക് പരാതിക്കാരിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ഇതുപോലെ ടെലികാസ്റ്റ് ചെയ്യണം. പരാതിക്കാരിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് അണ്ണാ എനിക്ക് കാണണമെന്ന് വേണോ? ഞാൻ പിന്നെയും ചോദിച്ചു വേണോ? അത് വേണോടാ, എനിക്ക് കാണണം. ഞാൻ ഒന്നുകൂടെ ചോദിച്ചു വേണോടാ. ശരി. ഞാൻ ചോദിച്ചു എന്താ ചെയ്യണ്ടേ? പരാതിക്കാരി വിളിക്കാൻ പറഞ്ഞ് ഫെനിയുടെ വീട്ടിലോട്ട് ഞാൻ വരുവാന്ന് പറഞ്ഞു. ഞാൻ പരാതിക്കാരി വിളിച്ചു ഞാൻ ചോദിച്ചു ഇന്ന ആളെ കാണാൻ ആവശ്യപ്പെടുന്നുണ്ട്, അദ്ദേഹം കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. വീട്ടിലോട്ട് വരാൻ പറയാൻ പറഞ്ഞു. ഞാൻ കോടതി ഇറങ്ങുന്ന മുമ്പേ തന്നെ സജി ചെറിയാൻ സാറ് എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തെ അദ്ദേഹം അവിടെ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു സാർ നേരത്തെ എത്തിയോ? ഞാൻ നേരത്തെ ഇങ്ങ് വന്നു. ഞാൻ പറഞ്ഞു അണ്ണൻ്റെ കാർ അവിടെ വെച്ച്, കാർ ഞാൻ അവിടെ ദൂരെ പാർക്ക് ചെയ്തിരിക്കാന്ന് പറഞ്ഞു. അവർ വന്നു കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞത് അദ്ദേഹം അകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അണ്ണ ഞാൻ കൂടെ ഇരിക്കണോ അതോ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമെന്ന് വെച്ചാൽ ചിരിക്കുന്നത് എനിക്കും ചിരി വരുന്നുണ്ട്. അവർ രണ്ടുപേരും അപ്പം അദ്ദേഹം പറഞ്ഞ് നീ വെളിയിലോട്ട് പോകാൻ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാമെന്ന് പറഞ്ഞു. അകത്തുനിന്ന് സംസാരം കഴിഞ്ഞിട്ട് അദ്ദേഹം ഓടി വെളിയിലോട്ട് വരുമായിരുന്നു. ഞാൻ ചോദിച്ചു എന്തോ പറ്റി? ഞാൻ വെളിയിൽ നിൽക്കുകയാണ്, എൻ്റെ ഡ്രൈവറാണ്. ഞാൻ ചോദിച്ചു എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര്? അവർ റെക്കോർഡ് ചെയ്തെടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അന്നെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ്. അല്ല റെക്കോർഡ് ചെയ്തെടുത്തെന്ന് പറഞ്ഞു. പുള്ളിക്ക് ആകെപ്പാട്ടൊരു വെപ്രാളവും പ്രശ്നം. ഞാൻ നിന്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ അണ്ണനോട് പറഞ്ഞില്ലല്ലോ ഇവിടെ വരാൻ, ഞാൻ അണ്ണനോട് പറഞ്ഞു ഇവിടെ വന്ന് സംസാരിക്കാൻ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞു. അത് ശരിയാ, പക്ഷെ ഇപ്പം പ്രശ്നം ഇതായിരിക്കും, നീ ആ റെക്കോർഡിങ് അത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് പോയി. ഞാൻ അവരോട് ചോദിച്ചു എന്തുവാണ് സംസാരം നടന്നത്? എന്നോട് കറക്റ്റ് അത് പറഞ്ഞ് ഇന്നാണ് പേര് പറയണം, ഗവൺമെന്റ് അട്ടിമറിക്കണമെന്ന് പറഞ്ഞ സംസാരം നടന്നത്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ റെക്കോർഡ് ചെയ്യാൻ ശ്രമം നടത്തി, ക്ലിയർ ആയില്ലെന്ന് പറഞ്ഞു. ശരി. ഞാൻ പറഞ്ഞത് സത്യമാണോ പറയുന്നത്? ഞാൻ പറഞ്ഞത് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാന്യതയല്ല, എൻ്റെ വീട്ടിൽ വന്ന ആളുടെ കാര്യം റെക്കോർഡ് ചെയ്ത് എടുക്കരുത്, ഉണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പരമാവധി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ശബ്ദം കേട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞേക്കട്ടെ റെക്കോർഡ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ എല്ലാ ഒരു മിനിറ്റ് ഇരിക്കുമ്പോൾ തുരാതുരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, എന്തോ പറ്റി, എന്താ എന്ന്. ഞാൻ പറഞ്ഞ് അണ്ണാ കുഴപ്പമൊന്നുമില്ല, അത് റെക്കോർഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. സംസാരിച്ചത് ഇതാണ്. അത് അവിടെ കഴിഞ്ഞ്. ഇനിയിപ്പം നമുക്ക് ഇ പി ജയരാജൻ സാറിൻ്റെ അടുത്തിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ വെള്ളക്കാറിൽ ഒരു വെള്ള വണ്ടിയുണ്ട് അദ്ദേഹത്തിന്. അതിൽ വേറെ ആളെ കൂട്ടിക്കൊണ്ട് എന്നെ കൊല്ലത്തെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി. അദ്ദേഹം അവിടെ ഇരുന്ന് എന്നോട് ചോദിച്ചു ഇതെങ്ങനെ അതിന്റെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഇതിന് ഫെനി ഞങ്ങളെ സഹായിക്കണം, ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തണം, എന്ത് വേണമെങ്കിലും ഫെനിക്ക് കാര്യങ്ങൾ ചെയ്യാം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ വണ്ടിയിലെല്ലാം കുറേ നേരങ്ങൾ ചുറ്റിക്കറി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ആ വിവരം ഞാൻ സരിതയോട് പറഞ്ഞു. ഇന്ന് ഇതുപോലെ ഇ പി ജയരാജൻ സാർ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കും. അന്നേരം അതിനുശേഷമാണ് പരാതിക്കാരി പറഞ്ഞത് ഇ പി ജയരാജൻ സാർ 50 കോടി രൂപ ഏതാണ്ട് തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. എന്നോട് പക്ഷേ അത് പറഞ്ഞില്ലായിരുന്നു. എന്നോട് പറഞ്ഞ് ഗവൺമെന്റ് കാര്യം മാറ്റിത്തീർക്കണം, നിങ്ങൾ ഫെനിയുടെ സ്റ്റാൻഡിൽ നിൽക്കണം. ഇതാണ് ഓർമ്മയുണ്ടോ? ഫെനിയുടെ സ്റ്റാൻഡിൽ നിൽക്കണം. അപ്പം ഞാൻ ചോദിച്ചു സാറേ ഇത് എന്താ ഉദ്ദേശം എന്ന് വെച്ച്, ഇതെങ്ങനെയെങ്കിലും കത്തിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഉദ്ദേശം, ഇത് അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല, ഗവൺമെന്റ് താരയണം ഇതേ ഉദ്ദേശം എന്ന് പറഞ്ഞ് അത്രേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഉള്ളൂ. ഏത് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ് ഈ വിവരം ഞാൻ പരാതിക്കാരിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പരാതിക്കാരിയെ ഞാൻ അട്ടക്കുളങ്ങൾ ജയിലിൽ ചെന്ന് കടഞ്ഞു. അത് കഴിഞ്ഞിട്ട് പരാതിക്കാരി വിവരം പറഞ്ഞ് അത് പുള്ളിക്കാരത്തി എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചോളാന്ന് പറഞ്ഞ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നീട് വെളി ഇറങ്ങിയപ്പോഴാണ് ഒരു ഇന്റർവ്യൂവിലാണ് കണ്ടത് ഈ പേര് സാറ് ഫെനിയെ കണ്ടെന്ന് ഇത്രയും വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞു. അത് അവരോടങ്ങ് ചോദിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇനി വെള്ളാപ്പള്ളിയുടെ ജാതകം കൂടെ തുറക്കണ്ടേ? അതെല്ലാം ഇതിനകത്തെല്ലാം ഗൂഢാലോചന പങ്കുന്നത്. അദ്ദേഹം എന്നെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഹൈക്കോടതി ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്രയും പേരുടെ പേരും കൂടെ
അതിനകത്ത് എഴുതണം, ഇത്രയും പേരെയും കൂടെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അവസരം ഞാൻ ചോദിച്ചു, സാറേ എന്താ അതിൻ്റെ കാര്യം? അത് ഇത്രയും പേര് താങ്കളെ ഒഴിവാക്കണം, ഇത്രയും പേര് എഴുതണമെന്ന് പറഞ്ഞ് അതിന് കുറേ പേരെ എൻ്റെ വീട്ടിൽ വിടുകയും ചെയ്തു. അവസാനം ഞാൻ അതിനൊന്നും വഴങ്ങിയില്ല. എന്താണ് സംഭവിച്ചത്? പിന്നെ അദ്ദേഹം സ്വന്തമായിട്ടൊരു പത്രസമ്മേളനം അങ്ങ് നടത്തിയിട്ട് പറഞ്ഞു, ഫെനി ബാലകൃഷ്ണൻ ഇത്രയും പേര് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഞാനത് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, അത് കൈരളി ചാനലിനാണ് കൊടുത്തത്. ഞാൻ അതിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തി. അതിനുശേഷം പിന്നെ പുള്ളിക്ക് യാതൊരു സ്റ്റാൻഡിങ് ഇല്ലാതെ വന്നു. വെച്ചാൽ പറയാത്ത കാര്യങ്ങൾ ഫെനി ബാലകൃഷ്ണൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ ഇതുപോലെ പത്രസമ്മേളനങ്ങൾ നടത്തുമായിരുന്നു. ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? ഞാൻ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയാ. അതിന് യാതൊരു സംശയമില്ല. ആർക്കെ അദ്ദേഹത്തിന്റെ പേര് എഴുതി കൂട്ടിച്ചേർക്കണമെങ്കിൽ ഞാനിവിടെ വരേണ്ട കാര്യമില്ലല്ലോ. കൂട്ടുന്നതൊന്നുമില്ല. കൂട്ടുന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനിത് പറഞ്ഞ ഒരു പത്രസമ്മേളനം നടത്തേണ്ട കാര്യമില്ല. ഞാൻ അവരുടെ കൂടെ നിന്നാ പോരെ? മനോജ് നിന്നാ മതി, ഇഷ്ടംപോലെ സാമ്പത്തികം കിട്ടും. കുറ്റബോധമുണ്ട്. ഞാൻ കുറ്റം ചെയ്തിട്ടല്ല, ഈ കേസിന് ഒരു ഭാഗമായിട്ട്. ഏതേ കേട്ടില്ല? കുറ്റബോധത്തിന്റെ ഇതുകൊണ്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു കേസിന്റെ ഒരു ഭാഗമായ ആ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പി സി ജോർജോ? ഇനി അദ്ദേഹത്തെ ജാഥ കൂടെ തുറക്കാൻ ഞാൻ എന്റെ വീടിന്റെ അടുത്തുനിന്ന് വെച്ച് ഹരിപ്പാട്ടിൽ കൊണ്ടുപോയത്. വെള്ളക്കാറില് ഫോർച്യൂണർ വണ്ടിയിൽ നിന്ന്. പിന്നെ കൊല്ലത്ത് ഏതോ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അത് ഏതാന്ന് എനിക്ക്. അദ്ദേഹത്തിന് റൂമായിരുന്നത്. കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വന്ന് പിക്കപ്പ് ചെയ്ത് ഇത് നിലനിർത്തണമെന്ന് പറഞ്ഞ് എന്നോടൊന്നും ഓഫർ ചെയ്തില്ല. പക്ഷെ ഞാൻ പുള്ളിക്കാരത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാനത് ഇമ്മീഡിയറ്റ്ലി അത് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പുള്ളിക്കാരത്തി രീതിയിൽ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞ് അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരത്തി ഇറക്കിയിരുന്നു. ഇന്ന് ആര് വന്ന് ഓഫർ ചെയ്തെന്ന് പറഞ്ഞ്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, അത് അവരോട് ചോദിക്കും. കണ്ടു കാണുമായിരിക്കും. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അല്ലെങ്കിൽ ഏതേ എന്നെ ഒരു ഒറ്റ മനുഷ്യനും ബന്ധപ്പെട്ടിട്ടില്ല. ഈ ശരണ്യ മനോജും ഈ ഗണേഷ് കുമാറും ഈ പ്രദീപ് ഇവർ ചുറ്റിയുള്ള കഥകൾ മാത്രമേ ഉള്ളായിരുന്നു. പി സി ജോർജ് ഇപ്പം ജാഥ തുറന്നു പറഞ്ഞാൽ ഒന്നാമത്തെ പുള്ളി ഗതിയില്ലാതെ നടക്കുക. ഇനി അത് ഒന്നുകൂടെ പുള്ളി ദ്രോഹിക്കണം. പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു. വിളിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ട് അവസാനം എന്നെ കാണാൻ അദ്ദേഹം മാലിക്കരെ വന്ന് മാലിക് എന്നിട്ട് പറഞ്ഞ് എന്തെങ്കിലും മസാലയായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ പുള്ളി ഏൽപ്പിക്കണമെന്ന്. അത് എവിടെയാണ് സ്ഥാനം പറയാം. എന്റെ വീടിനടുത്തൊരു പാലമുണ്ട്, പ്രായിക്കര പാലം. അത് അവിടെ വന്ന് ആ പ്രായിക്കര പാലത്ത് നിൽക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് അകത്തോട്ട് കയറിയിട്ട് കട്ടൻ ഇട്ടിട്ട് പറഞ്ഞ് എന്തെങ്കിലും മസാലയായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം ഏൽപ്പിക്കണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ അതുകൊണ്ട് വളരെ ഗെയിൻ ഉണ്ടാവും, ഫെനിക്കും ഉണ്ടാവും, എനിക്കുണ്ടാവും. അതുകൊണ്ട് ഒരു മീറ്റിംഗ് കൂടെ പുള്ളിക്കാരത്തിയായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഫിക്സ് ചെയ്തോണം. ഞാൻ പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യേ, സാറ് ഡയറക്റ്റായിട്ട് അങ്ങ് സംസാരിച്ചിട്ട് സാറങ്ങ് ഫിക്സ് ചെയ്തു. അല്ല ഞാൻ ഇത്രയും ദൂരെ നിന്ന് വന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വിളിപ്പിച്ചിട്ട് സാറല്ലേ എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്നെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ട് പിന്നെ പല തവണ എന്നെ ഫോണിൽ കൂടെ വിളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് വന്ന് കോൺടാക്ട് ചെയ്ത് അദ്ദേഹം തരണമെന്ന് എന്നെ ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു വലിയ കുരുക്കിനകത്ത് ചാടാൻ പോകുന്ന കാര്യം എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അത് ഞാൻ മുന്നറിയിപ്പ് ഓൾറെഡി അദ്ദേഹത്തിന് കൊടുത്തതാ. ഞാൻ പറഞ്ഞു, സാറ് വലിയൊരു കുരുക്കിനകത്ത് ചാടാൻ പോവാ, യു ബെറ്റർ ബി അലർട്ട്, ഇങ്ങനെയാ പറഞ്ഞത്. അപ്പൊ എന്താടാ ഇങ്ങനെ പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ അത് ബെറ്റർ കണ്ടുപിടിച്ചു വന്ന്. അതിന്റെ ഒരു ഇതാണ് പുള്ളി പെട്ടുപോയത്. ഇങ്ങനെ ഓവറായിട്ടുള്ള ചില അന്നേരം ഇവരെല്ലാരും ഇപ്പം അങ്ങ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അങ്ങ് മാറ്റിയല്ലോ. ശരണ്യ മനോജ് സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നു. ഗണേഷ് കുമാർ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല. പി സി ജോർജ് പറഞ്ഞു ഞാൻ CBI മൊഴി കൊടുത്തത് ഉമ്മൻചാണ്ടി സാറിന് അനുകൂലമാണെന്ന് പറഞ്ഞു. ഇവരെല്ലാം ഈ പത്രസമ്മേളനം നടത്തുമ്പോഴേക്ക് എന്തും വേണ്ടി എന്തോ മോശമായിട്ടുള്ള വർത്താനം പറഞ്ഞ. ഏതേ കോടതി കൊടുത്ത മൊഴി, അവിടെ പറഞ്ഞ മൊഴി ഞാൻ പറയണമെന്നാണോ പറയുന്നത്? അല്ല, ആ കോടതി പറഞ്ഞ കാര്യമാണ് ഞാൻ കേട്ടെന്നാ പറഞ്ഞത്. CJM പറഞ്ഞ കോടതി പറഞ്ഞ മൊഴി ഞാൻ കേട്ടു. അവിടെ ആരും ഇല്ലാതല്ലോ, ഞാനും പിന്നെ ജഡ്ജും വനിതാ പോലീസും 2 പോലീസുകാരെ മാത്രം ഞാൻ കേട്ട കാര്യം കേട്ടു. PC ജോർജ് മുന്നറിയിപ്പ് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാല് ഇവര് ഈ കേസിന്റെ ഫുള്ള് ഈ കൺഫൈൻഡ് ആയിട്ട് കിടക്കുന്ന ഇവര് 3 പേരില്ല, 4 പേരില്ല. സരിത, പ്രദീപ്,
ശരണ്യ മനോജ്, ഗണേഷ് കുമാർ, ഇവർ മേലിലെ കിടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പോക്കും ഇദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് മസാല എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം അവരുമായിട്ട് സംസാരിക്കും, അവർ ഏതെങ്കിലും ട്രാപ്പിൽ ഇദ്ദേഹത്തെ പെടുത്തി കഴിഞ്ഞിട്ട് ഇതൊരു സംഗതി വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇവര് കാണിക്കുന്നതല്ല അതുപോലല്ലേ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കേട്ടത്, സാറ് ഏതെങ്കിലും ട്രാപ്പിൽ പെടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്നും സംഭവിക്കത്തില്ല, എൻ്റെ കൂടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഇതാ കിടക്കുന്നു. എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഫെനിയുടെ കാണും, CD കാണും, കത്ത് കാണും, ഫോട്ടോ ഉണ്ടോ, ഇതുണ്ടോ, എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിനെ ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, സാറിനെ ഏൽപ്പിച്ചിട്ട് അത് വലിയ ലക്ഷ്യമുണ്ട്, നിനക്കും അതിൽ പ്രയോജനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇവരുടെ ഈ ശരണ്യ മനോജിന്റെയും പ്രദീപിന്റെയും ഗണേഷിന്റെയും ഒക്കെ ലക്ഷ്യം തന്നെ അതായിരുന്നു, ഒരു മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞ് അതായിരുന്നു അവരുടെ ലക്ഷ്യം. മന്ത്രി ആ സ്ഥാനം ആവാൻ അവർ ട്രൈ ചെയ്ത് കാണുമായിരിക്കും, അത് വേറെ കാര്യം. ആർക്കെങ്കിലും അറിയാമെങ്കിലും ചോദിക്കുന്നത്, ആർക്കറിയാം, ആർക്കും അറിയാം, എല്ലാവരും തപ്പി നടക്കുക. പക്ഷെ അതിനകത്ത് ആ ഒരു ഓഫീസറെ മാത്രം എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന്, അത് എങ്ങനത്തുള്ള അറിവ് അദ്ദേഹത്തിനുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്നോട് ചോദിച്ചാൽ കുറെ ലെറ്റർ ഉണ്ട്, എനിക്ക് നോട്ടീസ് തന്നായിരുന്നു 2-3 വർഷം ഫോണിൽ ഒത്തിരി വിളിച്ച് ഫെനി അതെല്ലാം കൊണ്ട് തരണം. കമ്മീഷന് മുന്നേ പറഞ്ഞ് ഞാൻ വെളിയിറങ്ങി പത്രസമ്മേളനം നടത്തിയിരുന്നല്ലോ. അതെന്തുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ അവിടെ പിന്നെ മൊഴി കൊടുത്തതിന് ശേഷം ഞാൻ വെളിയിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് കൂട്ടിച്ചേർത്ത് എഴുതിയതാണ്, ഞാൻ ഇവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്, ഇന്നലെ പേരുണ്ട് ഗണേഷ് കുമാർ എനിക്ക് ഇത്രയും വാഗ്ദാനം നൽകി, കാറും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പ്രോസിക്യൂട്ടർ ആക്കുന്ന കാര്യം ഞാൻ നല്ലോണം പറഞ്ഞല്ലോ. എനിക്കറിയാലോ ആ കോമ്പൗണ്ട് വെളിയിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്, എനിക്ക് നല്ലതായിട്ട് ഞാനത് പറഞ്ഞത്. ബിജു രാധാകൃഷ്ണൻ പിന്നെ നാടകം കളിക്കുക എന്നുള്ള കാര്യം ഈ CD അവിടെ പോയി CD തിരക്കി പോയപ്പോഴൊക്കെ ഞാൻ കിടന്ന് ചിരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ അതൊരു വലിയൊരു ഫ്രോഡ് ഗെയിം അല്ല. അതിന് ശിവരാജനും ബിജു രാധാകൃഷ്ണൻ ഒന്നും അറിയത്തില്ല. ബിജു രാധാകൃഷ്ണൻ അവിടെ പോകുന്നത് ചുമ്മാ ഉള്ള കാര്യം ബിജു രാധാകൃഷ്ണൻ അറിയായിരുന്നു. ഞാൻ ചുമ്മാതെ ഇവരെ കൊണ്ടുപോകാതെ അതിന് ബെസ്റ്റ് ഒരാളെ കിട്ടിയിട്ടുണ്ട്, അത് ശിവരാജൻ. അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും അതിനകത്തൊരു മസാല CD-ക്കകത്ത് കാണുമെന്ന് വെച്ചാൽ അദ്ദേഹം അതിന്റെ കൂട്ട് നിന്ന് അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ കോയമ്പത്തൂരിലേക്ക് പോകും. അപ്പോഴേക്കെ ഞാൻ TV ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. അമ്മ ചോദിച്ചു എന്തിനാ ചിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ബിജു രാധാകൃഷ്ണൻ ഓൾറെഡി ഫ്രോഡ് കളിച്ചുകൊണ്ടിരിക്കുക, ഇത് ഇത്രയും പേര് അകമ്പടിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അവരുടെ കൂടെ. എനിക്കറിയാൻ കിട്ടും. എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചു, മാതൃഭൂമിയിലെ ഒരാൾ എന്നോട് ചോദിച്ചു, സാറേ ഈ CD കിട്ടുമോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ തെളിവുകൾ, സരിതയുടെ ഇരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അത് എന്റെ കയ്യിൽ ഉണ്ടെന്ന ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അന്നാ അത് ഇന്നെടുത്ത് കാണുമെന്ന് പറഞ്ഞ് ഇന്നെടുത്ത് കാണും. പക്ഷെ അന്ന് അവിടെ കൊണ്ടുപോയത് ബിജു രാധാകൃഷ്ണൻ ചുമ്മാ അതൊരു ഉല്ലാസയാത്രയ്ക്ക് പോയതാ. അത് ക്രൈമല്ല. അതിനകത്തുള്ള ഫോട്ടോസും കാര്യമല്ല, അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അത് കോടതിയിലുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. കോടതിയുടെ ബന്ധമുള്ള കാര്യങ്ങൾ അവർ തെളിവെടുത്തിരിക്കും, അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അവരല്ല ഇത് എന്റെ കയ്യിൽ ഇപ്പം നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ അടുത്ത് കൊണ്ട് തന്നെ ഞാൻ അത് എവിടെ സൂക്ഷിച്ചു വയ്ക്കുന്നത്, അത് ക്രൈം ആവത്തില്ല. നിങ്ങളൊരു കയ്യിൽ എന്റെ കയ്യിലൊരു സംഗതി എന്റെ ഇരിപ്പുണ്ടെന്ന്, ഈ കായ് എന്റെ ഇരിപ്പുണ്ടെന്ന കാര്യം നിങ്ങൾ കോടതിയിലോട് പറയണമായിരുന്നു. ഇന്ന കാര്യം ഇന്നടുത്ത് ഇരിപ്പുണ്ട്, ഞാൻ ഇന്നത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പറയാത്ത സ്ഥിതിയിൽ അത് ക്രൈം ആവുന്നുണ്ടോ? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഈ ഒരു സാധനം എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അവർക്ക് നല്ലതായിട്ട് അറിയാം. അവരെവിടെ പറയണം? കോടതി പറയണം സച്ച് എ തിങ് ഈസ് വിത്തിൻ പൊസഷൻ ഓഫ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ. അങ്ങനെ പറയാത്തത് പോലെ ഞാൻ എനിക്ക് എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ അതുകൊണ്ട് കൊടുക്കണ്ടേ? ഉണ്ടോ? ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ പറയാം. ഞാൻ 16 വർഷം പ്രാക്ടീസ് ചെയ്യുന്നത്, അത്യാവശ്യം കേസുകൾ ഏറ്റവും കൂടുതൽ കേസ് നടത്തുന്നതാണ് ഞാൻ എങ്ങും പഠിച്ചിട്ടില്ല. ഇന്ന കാര്യങ്ങൾ നടത്തി ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കൊടുക്കണം എന്നുള്ള കാര്യം അവിടെ നിന്ന് ആവശ്യപ്പെടണം. പരാതിക്കാരി പറയണം, ഇന്ന ഡോക്യുമെന്റ് XY ഇരിപ്പുണ്ട്, അത് എനിക്ക് തരുന്നില്ല, അത് കേസിന്റെ ആസ്പദമായിട്ട് കാര്യമെന്ന് പറയണമെങ്കിലുള്ളൂ. പറയാതെ സ്ഥിതികളും കൂടി എനിക്ക് എന്തെങ്കിലും ഒരു ബാധ്യതയുണ്ടോ ഇത് കൊണ്ട് കൊടുക്കണ്ടേ? സൂക്ഷിക്കാൻ തന്ന സാധനങ്ങൾ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അത് കേസിനകത്ത് വരുന്നില്ല, അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. അത് കേസിന്റെ ഇഷ്യൂടെ പറയണം. നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാ. കോടതി കൊടുക്കണമെങ്കിൽ അവർ പറയണം സച്ച് ഡോക്യുമെന്റ് ഇസ് വിത്തിൻ ദിസ് പേഴ്സൺ. അത് പുറത്ത് കാണുമ്പോൾ നമുക്ക് എനിക്ക് ഇനി ഒരു പൈസയും വേണ്ട. സാറിന് സംഭവിച്ച പോലെ ഇനി ഒരാൾക്ക് സംഭവിക്കാൻ സമ്മതി. ഇനി എനിക്ക് ഇതിന് ഒരു 1 മില്യൺ റുപ്പീസ് തരാൻ പറഞ്ഞാൽ പോലും ഞാൻ ഇതൊന്നും എടുക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് കേസ് നടത്തുന്ന നോക്കിയില്ല ഞാൻ. അത് എനിക്ക് ആ കിട്ടുന്ന പൈസ, അത്യാവശ്യം കിട്ടുന്ന പൈസ അത് മതി. എനിക്ക് ഇനി ഇത് വെച്ചോണ്ട് ഇത് ഞാൻ ഒരാൾക്കും കൊടുക്കത്തില്ല, ഒരിടത്തും ഞാനിത് പോകത്തതുമില്ല. പരാതിക്കാരി പറയട്ടെ, അത് പറഞ്ഞ ശേഷമല്ല ഞാൻ അങ്ങനെ എലി എടുത്തോണ്ട് പോയെന്നുള്ളത് പറയുന്നത്. പരാതിക്കാരി പറയട്ടെ, അവരുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾ ആദ്യം അവരോട് ചോദിക്കുക, അവരുടെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഫെനി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അവർ യെസ് പറയട്ടെ. പറഞ്ഞിട്ട് അവര് കോടതി പറയട്ടെ. എന്നോട് എനിക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് എന്റെ എനിക്കൊരു റെക്കോർഡ് വേണ്ടേ? ചുമ്മാ പോയി എനിക്ക് പറയാൻ പറ്റുമോ ദേണ്ട ഇതൊന്നും ഇരിക്കുന്നതാ ഞാൻ കോടതിയിലേക്ക് സമർപ്പിക്കുക? അത് അവർ ഇപ്പൊ അത് കേസിന് സമ്മതമായിരിക്കും, കറക്റ്റ് ആയിരിക്കും, അത് വേറെ രീതിയിൽ. പക്ഷെ അത് അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സാ. പുറത്ത് വരുത്തി എനിക്ക് ഇനി അങ്ങനത്തെ സംഗതിയെ വേണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. ഇനി ഉമ്മൻചാണ്ടി സാറിന് പറ്റിയ പോലെ ഒരു രാഷ്ട്രീയക്കാരനും ഒരു നേതാക്കന്മാർക്ക് ഇനി വേണ്ട. അതിന് CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ്, ഞാൻ ആരെയും ചൂഷണം ചെയ്യാൻ തയ്യാറില്ല. പ്രാക്ടീസ് ചെയ്യുന്നു, ആക്റ്റീവ് പ്രാക്ടീസാണ്.
എനിക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരുടെ കേസും ഇല്ല, ഒന്നുമില്ല. എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരുടെ കേസുകളും ഞാൻ നടത്താറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ കേസ് തരുന്ന CPM ആരാ. ഇപ്പൊ ഈയിടെ ഞാൻ പിന്നെ ഒരു വാദം ഇപ്പൊ ഈയിടെ 2-3 ദിവസം മുമ്പ് പ്രധാനമായിട്ട് പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് ഒരു കേസ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കാണാൻ മാവലിക്കുന്നിട്ട് പറഞ്ഞ് എല്ലാ വക്കീലന്മാരും കൈ ഒഴിഞ്ഞിരിക്കുവാന്ന് പറഞ്ഞു. സാർ ഈ കേസ് നടത്തുമെന്ന്. ഞാൻ നടത്തി. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അല്ല നിങ്ങൾ ബാർ കൗൺസിലിന്റെ കാര്യം പറഞ്ഞേ, ബാർ കൗൺസിലിന്റെ കാര്യം പറഞ്ഞേ, അത് പരാതിക്കാരും ഇല്ലായിരുന്നു. ബാർ കൗൺസിൽ സ്വമേധ കേസും എടുക്കുന്നു, എല്ലാം സ്വമേധ. അത് തീർന്നു. പരാതിക്കാരും ഇല്ല. എന്തിനാ എന്റെ പേര് പരാതി കൊടുക്കേണ്ട കാര്യം ഇരിക്കുന്നു? അവരെ സ്വമേധ കേസും എടുത്തു.